പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്തിയത് മിക്സി ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരുവിയ തേങ്ങ, 1/4 കപ്പ് ചോറ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ചെറിയുള്ളി, 1/2 കപ്പ് വെള്ളം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. മിക്സി ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മാവിലേക്ക് തിരിച്ചൊഴിക്കാം. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മാവ് നന്നായിട്ട് എണ്ണ തടവിയിട്ടുള്ള പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ആവിയിലാണ് വേവിക്കുന്നത്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം പുറത്തെടുത്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ടൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കുറച്ച് വെള്ളം കൂടി ഇത് മിക്സ് ആക്കി എടുക്കാം. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ മസാലയിൽ മുക്കിയിട്ടുള്ള സ്നാക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് മൊരിയിച്ചെടുക്കണം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.